ഹായ്, നമസ്കാരം. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചാണ്. അത് വന്ന പശ്ചാത്തലത്തിൽ ഞാനൊരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ നിങ്ങളോട് പറയണം എന്ന് എനിക്ക് തോന്നി. സിനിമ ഫീൽഡ് എന്നല്ല, എല്ലാ ഫീൽഡിലും ഈ പ്രശ്നമുണ്ട്. സിനിമ എന്ന് പറയുമ്പോൾ അതൊരു പളവളപ്പിന്റെ ഫീൽഡാണ്. അതിൽ സിറ്റുവേഷൻസ് ഒക്കെ ഒരുപാട് വരും. കാരണം ഡെയിലി വീട്ടിൽ നിന്ന് പോയി വന്ന് ചെയ്യുന്ന ജോലിയല്ല സിനിമ എന്ന് പറയുന്നത്. മാസങ്ങളോളം മറ്റ് സ്ഥലങ്ങളിൽ പോയി താമസിച്ചൊക്കെ ചെയ്യേണ്ട ജോലിയാണ്. അപ്പോൾ തന്നെ ഈ കൂടെ ഉള്ള പുരുഷന്മാർ ചെയ്യേണ്ടത് അവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. മറിച്ച് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരെ എങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് സിനിമാ ഫീൽഡിലെ മിക്കവാറും എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കൺട്രോളർ, പിന്നെ അതിൽ ടെക്നീഷ്യൻസ്, അങ്ങനെ കുറേ പേരുണ്ട് ഇതിന്റെ ബാക്കിൽ. ഇവരെല്ലാരും കാണുന്ന സ്ത്രീ ഒരു ഉപഭോഗ വസ്തു എന്നുള്ള രീതിയിലാണ്. ഒരു പെണ്ണിനെ തനിച്ച് കിട്ടിയാൽ, അല്ലെങ്കിൽ അവളൊരു ഹോട്ടൽ മുറിയിൽ ഒറ്റയ്ക്കായി പോയാൽ, ഇനി അമ്മ കൂടെ ഉണ്ടെങ്കിൽ തന്നെ അവസരങ്ങൾ വേണമെങ്കിൽ ഇതിന് നിങ്ങൾ വഴങ്ങിത്തരണം എന്ന് പറയുന്ന ആ ഒരു കാടത്വമല്ല അതിന് പറയേണ്ടത്. വൈകിട്ടാകുമ്പോൾ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് റൂമിൽ പോയി മദ്യപിച്ച് ലെക്ക് കെട്ട് ചിലപ്പോൾ ഇരിക്കുന്നവരായിരിക്കും. അവർക്ക് നോക്കുമ്പോൾ തൊട്ടടുത്ത് പകല് ഗ്ലാമർസായി അഭിനയിച്ച ഒരു നടി ഒറ്റയ്ക്കൊരു റൂമിലുണ്ട്. അപ്പൊ അവളെ ഒന്ന് മുട്ടി വിളിച്ചാലെന്തോ, കിട്ടിയാൽ കൂട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്നുള്ള രീതിയിൽ പോയി മുട്ടി വിളിക്കുന്നവരുണ്ട്, മുട്ടി വിളിച്ചിട്ട് ഓടിപ്പോകുന്നവരുണ്ട്. പിന്നെ അഥവാ പിടിക്കപ്പെട്ടാൽ വെള്ളത്തിന്റെ പുറത്തായിരുന്നു എന്ന് പറയാം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയിൽ നടക്കുന്നുണ്ട്. ഈ പുരുഷന്മാർ വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വരുന്ന സ്ത്രീകളാരും നിങ്ങൾക്ക് ഉടുതുണി വിരിയാൻ വരുന്നവരല്ല. മനസ്സിലായോ? അവരൊരു തൊഴിലിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു പാഷനായിട്ടോ ഒക്കെയാണ് അവർ ഈ ഫീൽഡിനെ കണ്ടുവരുന്നത്. വരുമ്പോ നിങ്ങൾ ഇവരെ യൂട്ടിലൈസ് ചെയ്ത് എങ്ങനെ ഇവരിൽ നിന്ന് പൈസ എന്തായാലും അവർക്ക് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പൊ അവരിൽ നിന്ന് നമുക്ക് ഈ അഭിനയത്തിന് പുറമെ വേറെ എന്തൊക്കെ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ആ ഫീൽഡിൽ നിൽക്കുന്ന പലരും ചിന്തിക്കുന്നത്. അങ്ങനെയാണ് ഓരോരുത്തരെ കാസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഈ ഇതിൽ വന്ന് പറഞ്ഞിട്ടുള്ള പല നടിമാരെ നമുക്ക് പരിചയമില്ല, മുഖപരിചയമില്ല. ഏതോ ഒരു സിനിമയിൽ അല്ലെങ്കിൽ ഒരു ഷോട്ടിൽ മിന്നി പറഞ്ഞു പോയവരാണ്. കാര്യം എന്തെന്നറിയാമോ? അവര് ഇതിന് വഴങ്ങുന്നില്ല. അവര് പൊടാ പുല്ലെന്ന് പറഞ്ഞ് പോണവരായിരിക്കും. അതുകൊണ്ടാണ് പിന്നെ അവരെ ആരും നമ്മൾ കണ്ടിട്ടില്ല, നമുക്ക് മുഖപരിചയമില്ല. മുഖപരിചയം ഉള്ളവരിന്റെ ഇതിൽ നിൽക്കുന്നവർ ഇത് ഇങ്ങനെ ആണോ എന്ന് ചോദിച്ചാൽ അത് നമുക്കറിയില്ല, അല്ലേന്ന് ചോദിച്ചാൽ അത് നമുക്കറിയില്ല. നമുക്കറിയാവുന്നുള്ളത് ഇത് ഒരു പളവളപ്പുള്ള ഫീൽഡാണെന്നും ഇവിടെ ഇങ്ങനൊക്കെ ആണെന്നും പൊതുവെ പബ്ലിക്കായിട്ട് നമുക്ക് മറ്റുള്ളവർ പറഞ്ഞില്ലെങ്കിൽ തന്നെ ഊഹിച്ചെടുത്ത് പലരും മുൻപൊക്കെ കേസ് കൊടുത്തവരുണ്ട്. പലരും ആ കേസൊക്കെ എന്താ കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞ്, രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ സിനിമയല്ലേ നിങ്ങളത് കാര്യമാക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി പോയിട്ടുണ്ടെന്ന് പലരും ഇപ്പോഴും പറയുന്നുണ്ട്. ഓരോരുത്തർക്കെതിരെ കേസ് കൊടുത്തിരുന്നു എന്നൊക്കെ വിചാരിച്ചു. സിനിമയിൽ നിൽക്കുന്ന പുരുഷന്മാർ വിചാരിക്കാനുള്ള, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ല ഈ സ്ത്രീകൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനല്ല വരുന്നത്. അതിന് നിങ്ങൾക്ക് വീട്ടില് കുടുംബമുണ്ട്, ഫാമിലി ഉണ്ട്, ഭാര്യയുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവര് വരുന്നത് ഒരു തൊഴിൽ ചെയ്യാനാണ്. ആ തൊഴിൽ മാന്യമായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഒരു പക്ഷെ വഴങ്ങി തരുന്നവര് നിങ്ങളെ ഇഷ്ടപ്പെട്ടൊന്നും ചെയ്യുന്നതല്ല, മനം മറിച്ചുകൊണ്ടും ഛർദ്ദിക്കാൻ വന്നുകൊണ്ടും മനസ്സിൽ കരഞ്ഞുകൊണ്ടുമാണ് അവരത് ചെയ്യുന്നത്. ഒരു പക്ഷെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾക്ക് വഴങ്ങുന്നുണ്ടെങ്കിൽ അവരങ്ങനെയാണത്. മനസ്സിൽ കരഞ്ഞു, ഒരിക്കൽ അത് പുറത്തു വരും. ആ കരച്ചിലിന്റെ ശാപം നിങ്ങളെ തലയിൽ വന്ന് വീഴും. അല്ലാതെ നിങ്ങളാരെ ഒരു ദിവസം കൊണ്ട് പ്രേമം തോന്നിയിട്ടൊന്നും നിങ്ങളെ കൂടെ വരുന്നതല്ല. അങ്ങനെ ആദ്യം നിങ്ങൾ വിചാരിക്കണം. അതിൽ മുട്ടിയിട്ട് ഓടിപ്പോകുന്നതൊക്കെ പലരും കണ്ടിട്ടുണ്ടെന്ന് പറയണം. കണ്ടാ കാര്യം, കണ്ടില്ലെങ്കിൽ കളി എന്ന് പറഞ്ഞ കണക്ക് സുരേഷ് ഗോപി ഏതോ ഒരു കുട്ടിയുടെ പരസ്യമായിട്ട് ചുമലിൽ തട്ടിയെന്ന് പറഞ്ഞ് ഇവിടെ ഭയങ്കര കോലാഹലം ഉണ്ടാക്കി പുള്ളിയുടെ പേരിൽ കേസ് കൊടുത്ത ആൾക്കാരാണ്. എന്നിട്ടിപ്പം ഞാൻ 25 വർഷം മുമ്പേ DYFIയിൽ പ്രവർത്തിച്ചതാണ്, SFIയിൽ പ്രവർത്തിച്ചതാണെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരും വന്നിട്ടുണ്ട്. അവരെയൊന്നും ആരും ഒന്നും ഒരു കേസിൽ പോലും ഉൾപ്പെടുത്തുന്നില്ല. തെളിവില്ല, പോട്ടെ, തെളിവില്ലാത്തോണ്ടോ അല്ലെങ്കിൽ പറഞ്ഞതിന് സാക്ഷികളില്ലാത്തോണ്ടോ ഒക്കെ ആയിരിക്കും. പക്ഷെ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് ഇവിടുത്തെ ജനങ്ങൾ, പ്രത്യക്ഷമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് വിചാരിച്ച് ഈ പറയുന്നവരെല്ലാവരും ഒരേ അഭിപ്രായക്കാരൊന്നും അല്ല കേട്ടോ. നല്ല അഭിപ്രായത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നവരും ഉണ്ട്.
എല്ലാരും ഇതുപോലെ മോശക്കാരാണെന്നോ അല്ലെങ്കിൽ എല്ലാരും സ്ത്രീലമ്പടന്മാരാണെന്നോ ഒന്നുമില്ല. കുടുംബമായിട്ടും നല്ല അന്തസ്സായിട്ടും താമസിക്കുന്നവരുമുണ്ട്. കൂടെ പ്രവർത്തിക്കുന്നവരെ സഹോദരിയെ പോലെ മകളെ പോലെയൊക്കെ കാണുന്ന സിനിമാ നടന്മാരും ടെക്നീഷ്യൻസും സംവിധായകരും ഒക്കെ ഉണ്ട്. പക്ഷെ അതിനിടയിലും മറ്റേ ശതമാനം വളരെ കൂടുതലാണ്. ഈ ഇങ്ങനെ പിന്നെ പെൺകുട്ടികൾ പലരും ഈ ഫീൽഡിൽ വരാൻ പേടിക്കുന്നുണ്ട്. പേടിക്കുന്നെന്ന് പറഞ്ഞാല് കഴിവില്ലാത്തോണ്ടല്ല, നല്ല കഴിവുള്ള പിള്ളേരുണ്ട്, നല്ല സൗന്ദര്യമുള്ള പിള്ളേരുണ്ട്. പക്ഷേ ഇവിടെ വന്നാൽ ഇതാണ് അനുഭവം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഫീൽഡിലേക്ക് വരാൻ അവർ പേടിക്കുന്നത്. പേടിച്ചിട്ടാണ് വരാത്തത് പലരും. അല്ലാതെ ഇത് ഈ ഗ്ലാമറസ് ലോകം ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതൊരു പാഷനായിട്ട് കൊണ്ട് നടക്കുന്നവരുണ്ട്, അഭിനയ മോഹം കൊണ്ട് വരുന്നവരുണ്ട്, സാമ്പത്തികം നോക്കി വരുന്നവരുണ്ട്. ഇവരൊക്കെയും വരുന്ന ഇത് ഫീൽഡിൽ നിൽക്കാമെന്ന് പറഞ്ഞു വന്നാല് 1 ദിവസം 2 ദിവസം നിന്നിട്ട് അവർ ചിലപ്പോൾ മടങ്ങിപ്പോകും. അതല്ല, ഇതിൽ നിന്ന് അവർ രക്ഷപ്പെടാമെന്ന് തോന്നുന്നു കടിച്ച് പിടിച്ച് സഹിച്ച് കണ്ണ് നിറഞ്ഞ് മനസ്സ് കരഞ്ഞ് ഒക്കെ നിൽക്കുന്നവരാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ഇതോർത്ത് വിഷമമായവർക്ക് വിഷമം തന്നെയാണ്. അവർക്ക് എന്നും വിഷമാണ്. വിഷമം ഇല്ലാത്തവർക്ക് വിഷമമില്ല. ഒരാൾ മനസ്സായിട്ട് ഒരു കാര്യത്തിന് സമ്മതിച്ചാൽ അവർക്ക് വിഷമമില്ല. ഇത് മനസ്സല്ലാത്ത ഒരാളിനെ നിർബന്ധപൂർവം എന്റെ ഇതിൽ നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവസരങ്ങൾ തരൂ എന്ന് പറയുമ്പോൾ അതൊരു നിർബന്ധപൂർവമാണ്. ആ നിർബന്ധപൂർവം നിൽക്കണവര് മനസ്സിൽ കരഞ്ഞുകൊണ്ട് നിങ്ങളെ ശപിച്ചുകൊണ്ട് പ്രാവിക്കൊണ്ട് ഒക്കെയാണ് ഇതിൽ നിൽക്കുന്നത്. ഇത് എനിക്ക് പറയാനുള്ള ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാല്, സത്യത്തിൽ ഇതിൽ ഈ പെട്ടിരിക്കുന്നവർക്കൊക്കെ നല്ല ശിക്ഷ തന്നെ കൊടുക്കണം. എന്നാൽ മാത്രമേ ഇനി ഈ ഫീൽഡിലേക്ക് വരുന്ന പെൺകുട്ടികൾക്ക് ഒരു സുരക്ഷിതത്വ ബോധം തോന്നുള്ളൂ. ഇവരെ ഒന്ന് തൊടാൻ ഒരു പേടി തോന്നണം അവർക്ക്. ഈ വരുന്ന ഒരു പെൺകുട്ടിയെ രഹസ്യമായിട്ടായാലും പരസ്യമായിട്ടായാലും അവരെ യൂട്ടിലൈസ് ചെയ്യാൻ ഇവർക്ക് ഭയം തോന്നണം. ആ രീതിയിലുള്ള ഒരു ശിക്ഷാ നടപടി വേണം ഇവർക്ക് കൊടുക്കാനുള്ളത്. ഇതൊരു ഫിലിം ഫീൽഡാണ്, ഇതിൽ സ്ത്രീകൾ നിർബന്ധമായും വന്നേ പറ്റൂ. ഇങ്ങനെയുള്ളവരെ തന്നെ എടുക്കണമെന്നൊന്നുമില്ല. ഇതിൽ അഭിനയിക്കാൻ താല്പര്യമുള്ളവരും ഇതൊരു പാഷനായിട്ട് കൊണ്ട് നടക്കുന്നവരും ഒക്കെ ഇതിലേക്ക് വരണമെങ്കിൽ ഈ ഒരു സംവിധാനം ഇതിന്ന് മാറണം. അവിടെ ചെന്ന് അവർക്ക് അവിടുത്തെ പിന്നെ ഡയറക്ടർക്കായാലും പ്രൊഡ്യൂസർക്കായാലും ടെക്നീഷ്യൻസ് ആയാലും ആർക്കായാലും വഴങ്ങി കൊടുക്കണം. അതുകൊണ്ട് പോകാനൊരു ഭയം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പല പെൺകുട്ടികളും വരാതിരിക്കുക. ആ ഭയം അവരിൽ നിന്ന് മാറണമെങ്കിൽ ഇതിന് നല്ല ഒരു അഴിച്ചുപണി തന്നെ വേണം. ഇതിൽ പെട്ടവർക്കൊക്കെ നല്ല ശിക്ഷ തന്നെ, പരസ്യമായിട്ട് തന്നെ ശിക്ഷ തന്നെ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നാളെ ഒരു പെൺകുട്ടിക്ക് ഇതുപോലൊരു അവസ്ഥ വരരുത്. പരസ്യം കാരണം അവരെ നമ്മൾ ആക്ഷേപിക്കും. നിങ്ങൾ എന്തിന് ഇതിൽ പോകുന്നു, നിങ്ങൾക്ക് വേറെ പണിക്ക് പോയൂടെ, നിങ്ങൾക്ക് കൂലിപ്പണിക്ക് പോയൂടെ എന്നൊക്കെ ജനങ്ങൾക്ക് പറയാം. പക്ഷെ അങ്ങനല്ല, ഇത് ഒരു തൊഴിലാണ്. എല്ലാ തൊഴിലും പോലെ ഇതും ഒരു തൊഴിലാണ്. അത് നമ്മൾ മനസ്സിലാക്കി അവർ നിങ്ങളടുത്ത് തൊഴിൽ ചെയ്യാൻ വരുന്നതാണെന്നും നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അവർ വരുന്നതെന്നും നിങ്ങൾ മനസ്സിലാക്കി ആ പെൺകുട്ടികളെ നിങ്ങളെ സഹോദരങ്ങളെ പോലെ കൂടെ നിർത്താനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവണം. താങ്ക് യു.